ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടെസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ മഴതോരും മുമ്പ് സീരിയലിന്റെ നമ്മുടെ അലീനയുടെയും മണിശങ്കറിന്റെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ അല്ലെ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു നമ്മുടെ അലീനയും നമ്മുടെ ബബിതയും രോഹിത്തും കൃഷ്ണമോളൊക്കെ നമ്മുടെ രേവതിക്കുട്ടിയുടെ വീട്ടിൽ നല്ല അടിച്ചു പൊളിച്ച് ഒന്ന് രണ്ട് ദിവസം അങ്ങോട്ട് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് പോവാണ്. കാരണം അവർ ഒരുമിച്ച് അലീനയുടെ അനിയനും അനിയത്തിമാരൊക്കെ ആയിട്ടുള്ള ആ നിമിഷങ്ങളാണ്. അപ്പൊ അടിപൊളിയായിട്ടുള്ള ആ ഒന്ന് രണ്ട് ദിവസത്തെ ട്രിപ്പൊക്കെ അടിപൊളിയാണ്. അപ്പൊ നമ്മുടെ വൈജയന്തി മേഡം നമ്മുടെ ബബിതയെ വിളിച്ച സമയത്ത് അറിഞ്ഞായിരുന്നു ഇങ്ങനെ രേവതിയുടെ വീട്ടിൽ പോയെന്നും അലീനയുടെ കൂടെ പോയെന്നും. അപ്പൊ വൈജയന്തി നല്ല ഡോസ് കൊടുക്കുകയാണ്. അച്ഛന്റെ പെർമിഷൻ കിട്ടിയെന്ന് കേട്ടപ്പോ തന്നെ കിടക്കയും പ്രമാണം എടുത്തോണ്ട് പോയിക്കണു. നിനക്കൊക്കെ നാണമുണ്ടോ അവളെ പുറകെ പോവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വൈജയന്തി അങ്ങോട്ട് കൊല്ലുകയാണ് നമ്മളെ ബബിതയും കൃഷ്ണമോളും എല്ലാരെയും കൂടെ. അപ്പോഴേക്കും പിന്നെ അവരധികം മിണ്ടാൻ പോയില്ല. അപ്പൊ അതിൽ പിന്നെ കാണിക്കുന്ന നാളത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ട് വരുന്നത് നാളെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ മനു അലീനെ വിളിക്കുന്ന സീനാണ്. അപ്പോഴാണ് മനു അറിഞ്ഞില്ലായിരുന്നല്ലോ അലീന പോകുന്ന സീനുകള്, ഈ ഇങ്ങനെ രേവതി കുട്ടിയുടെ വീട്ടിൽ എല്ലാവരുമായിട്ട് പോകുന്നു എന്നുള്ളതെന്നും. അപ്പൊ മനു വിളിച്ചപ്പോഴാണ് മനു അറിയണത് ഇങ്ങനെ പോയെന്നുള്ളത്. അപ്പോഴേക്കും മനു ഒരു രീതിയിൽ ചോദിച്ചു, ഓ ഇപ്പൊ നമ്മളെന്നും വേണ്ട ആയിക്കോട്ടെ, ഇപ്പൊ സ്വയം പര്യാപ്തരായി കഴിഞ്ഞല്ലോ. പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ അടുത്തൊക്കെ ചെറിയ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും. അയ്യോ മനുവേട്ടാ അങ്ങനെ പറയല്ലേ, ഞാൻ എന്ത് കാര്യവും മനുവേട്ടനോട് ഡിസ്കസ് ചെയ്യാണ്ട് ഞാൻ ഇരിക്കില്ലല്ലോ. ഇത് പെട്ടെന്ന് അച്ഛൻ പെർമിഷൻ തന്നു, അച്ഛൻ ഒന്ന് രണ്ട് ദിവസം ഉണ്ടാവത്തില്ലല്ലോ. പിന്നെ ആ പോകുന്നതിന്റെ സന്തോഷവും രേവതിക്കുട്ടിയുടെ അടുത്ത്, അതും ഇവരെ കൂടെ ഒരുമിച്ച് ആദ്യമായിട്ട് പോകുന്നതല്ലേ മനുവേട്ടാ, അതിന്റെ ഒരു ത്രില്ലിങ് ആയിരുന്നു മനുവേട്ടാ. അതുകൊണ്ട് മാത്രം കേട്ടോ പറയാതിരുന്നത്. എന്നിട്ട് ചോദിക്കും, എന്നാലും ഒരു ഡ്രൈവർ വേക്കൻസി എങ്കിലും നമുക്ക് തരാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഓ സോറി മനുവേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടോ. അത് സാരമില്ലടോ എന്ന് പറഞ്ഞു. അതെ, നീ അവിടെ പോയ കാര്യമൊക്കെ ഇവിടെ നിന്റെ മേഡം അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ആര്, അമ്മയോ? ആന്നേ, ഇവിടെ അറിഞ്ഞിട്ടുണ്ട്. ഓ അത് ഇനിയിപ്പോ വലിയ പുകിലാവുമല്ലോ. പ്രത്യേകിച്ച് മനുവേട്ടൻ്റെ അടുത്ത് പറയാത്ത ഒന്നാമത്തെ കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ, അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമാവും എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാണ്ടിരുന്നതെന്ന് ഇങ്ങനെ അലീന പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മനു പറഞ്ഞു, എന്തായാലും അറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോഴേക്കും ഫോണൊക്കെ അത് കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞ് അങ്ങോട്ട് കോള് കട്ട് ചെയ്യണം കേട്ടോ. ആ കോളൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ വൈജയന്തി ഇങ്ങനെ ഇരിക്കുകയാണ്. വൈജയന്തി ഇങ്ങനെ ഇരുന്ന സമയത്ത് മനു വരെയാണ്. അപ്പൊ വൈജയന്തി ഈ സംഭവം അറിഞ്ഞു കേട്ടോ, അലീന ഇങ്ങനെ പോയത്. പക്ഷെ മനു അറിഞ്ഞിട്ടില്ല. അത് വൈജയന്തി മനസ്സിലാക്കിയായിരുന്നേ. അപ്പം മനുവിനെ ഒന്ന് ഊതി എരിപ്പിക്കാൻ പറ്റിയ ഒരു അവസരമാണ്. അപ്പൊ പറഞ്ഞു, ഓ വലിയ വലിയ ഗാർഡിയൻ ആയിരുന്നു, പക്ഷെ അങ്ങും ഇങ്ങും പോയതൊന്നും അറിഞ്ഞില്ലായിരിക്കും അല്ലേടാ മനു. അത് കേട്ട സമയത്ത് തന്നെ നമ്മുടെ മനുവിന് മനസ്സിലായി കാര്യം വേറൊന്നുമല്ല, എന്നെ ഒന്ന് ഇളക്കി പൊരിപ്പിച്ച് എരിയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ ഞാൻ ഇനിയിപ്പൊ അലീനയുടെ അടുത്ത് ആ പേരും പറഞ്ഞ് ഒന്നും രണ്ടും പറഞ്ഞൊന്ന് വഴക്കിടുകയൊക്കെ ചെയ്താലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ വൈജയന്തി പറഞ്ഞു, ആ സാരമില്ല, അവൾക്ക് ഇപ്പൊ പുതിയ പുതിയ ആൾക്കാരൊക്കെ ആയി കഴിയുമ്പോ ചിലപ്പോ നിന്നെയൊക്കെ തഴയുമായിരിക്കും, ഗാർഡിയൻ സ്ഥാനമൊക്കെ ഇനി മാറുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഊതി പൊരിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ കമലയും ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ കമല ഒന്നും മിണ്ടില്ല. അപ്പം എന്തായാലും നമ്മുടെ മനു പറഞ്ഞു, അതെ ഇനിയിപ്പൊ ആന്റിക്ക് എന്താണ് വേണ്ടത്, ഞാനും അവളും തമ്മിൽ ഇതും പറഞ്ഞ് എന്റെ അടുത്ത് പറയാണ്ട് നീ പോയ എന്തിനാ, അലീന നിന്റെ ഉത്തരവാദിത്വം എനിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളുമായിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് ഒന്നും ഉടക്കണോ? അതാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കൂല ആന്റി എന്ന് പറഞ്ഞു. അതെ, നിങ്ങളുടെ ഈ പരദൂഷണം കേൾക്കാനോ അല്ലെങ്കിൽ അതിന്റെ മറുപടി പറയാനോ ഒന്നും എനിക്ക് സമയമില്ല, എന്നെ വിട്ടേരെ. ആന്റിക്ക് പറ്റിയത് ദേ എന്റെ അമ്മ അതേ ഇരിക്കുന്നു കമല, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പരദൂഷണം പറയുകയും പരദൂഷണം കേൾക്കുകയും ഒക്കെ ചെയ്തോളൂ എന്ന് ഇങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ മനു അവിടെ നിന്ന് അങ്ങോട്ട് മാറണം കേട്ടോ. ഈ സമയം നമ്മുടെ രഞ്ജു വരുന്നുണ്ട്, നമ്മുടെ നിരഞ്ജന വരുന്നുണ്ട്. അപ്പൊ വന്നു കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, അതെ ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ അലീന എന്ന് പറയുന്ന ആ ചേച്ചി ബാലേന്ദ്രൻ അങ്കിളിന്റെ മോളല്ലല്ലോ? മോളല്ലേ? അപ്പൊ കമല ചോദിച്ചു, നിനക്ക് എന്നടി പറ്റിയ? ആന്നേ ബാലേന്ദ്രൻ അങ്കിളിന്റെ മോളല്ല, അത് അന്ന് അങ്കിള് വെറുതെ പറഞ്ഞ ഒരു സ്റ്റോറിയാണ്. സംഭവം ബബിതയും കൃഷ്ണമോളും രോഹിതേട്ടനൊക്കെ പറഞ്ഞുവല്ലോ, അലീന ചേച്ചി തന്നെ പറഞ്ഞു എന്ന്, ഞാൻ എന്റെ അച്ഛൻ ബാലചന്ദ്രൻ അല്ല എന്ന്. അപ്പൊ വൈജയന്തിക്ക് ഷോക്ക് ആവണേ. അല്ലെന്നോ? നിനക്ക് എന്നെ പറ്റിയത് ബാലചന്ദ്രന്റെ അവിഹിതത്തിലുണ്ടായ മോളാണെന്നാണല്ലോ പറയണത് എന്നിങ്ങനെ വൈജ പറയണം കേട്ടോ. അപ്പോഴേക്കും ഇല്ലാന്നേ, ബാലചന്ദ്രൻ അങ്കിള് തന്നെ നേരിട്ട് പറഞ്ഞു എന്ന് അലീന എന്റെ മകളല്ലാന്ന്. ഇത് കേട്ടപ്പോ കമലയ്ക്ക് മനസ്സിലായി. കമല പറഞ്ഞു, അപ്പൊ നല്ല വൈജ പറയുന്നതിലും കാര്യമുണ്ട്, ഇത് അവിഹിതം തന്നെ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശിവശങ്കരൻ വരെയാണ്.
ശിവശങ്കരൻ വന്നപ്പോഴേക്കും വൈജയ്ക്ക് കിട്ടിയ ഒരു ഏറ്റവും എന്താണ് ഒരു പൊട്ടിക്കാൻ പറ്റിയ ഒരു അണു ബോംബായിരുന്നു അത്. അപ്പോഴേക്കും വൈജയന്തി നമ്മുടെ ശിവശങ്കരനോട് ചോദിച്ചു, ഓ ബാലചന്ദ്രൻ എന്ന് പറയുമ്പോ എന്റെ ആങ്ങളമാർക്കൊക്കെ എന്താ ബാലചന്ദ്രൻ അല്ല പെട്ടിക്കൂട്ടിനകത്തിട്ട് പൂജിക്കണം, അത്രയ്ക്ക് റെസ്പെക്റ്റ് ആണ് ബാലചന്ദ്രനോട്. അതെ, അവിഹിത ബന്ധത്തെ കുറിച്ചൊന്നും നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലേ എന്നോട്? എന്റെ അടുത്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മറുപടി ഇല്ല. ഞാൻ അന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞ, ബാലചന്ദ്രൻ പറഞ്ഞു ബാലചന്ദ്രന്റെ മകളാണെന്ന്. ഇപ്പൊ എന്തായി? ഇപ്പം മകളല്ല എന്ന് പുള്ളി തന്നെ പറഞ്ഞു നടക്കണൂന്ന്. അപ്പൊ ശിവശങ്കരൻ പറഞ്ഞു, ദേ വൈജയ്, എനിക്ക് ഈ വക കേസ് കാര്യങ്ങളൊന്നും നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് അതിനെ പറ്റിയ മാനസികാവസ്ഥയല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ മനു ഇതൊക്കെ മാറി നിന്ന് ഇവരെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സംസാരിക്കുന്നതിന്റെ ഇടയിൽ വൈജയന്തി കുറെ കുറ്റപ്പെടുത്തി ബാലചന്ദ്രനെയും അലീനെയും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ കമൽ അതിന്റെ ഇടയിൽ എരിയേറ്റും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ശിവശങ്കരൻ പറഞ്ഞത്, കമലെ, അവളല്ലെങ്കിൽ തന്നെ വെളിവും ബോധവും ഇല്ലാണ്ട് ഓരോന്ന് പറയുന്നുണ്ട്, ഇനി നീ അത് എരിയിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കണ്ട. അല്ല ശിവേട്ടാ, ഞാൻ പറഞ്ഞതിൽ എനിക്കും ഒരു കാര്യം ചോദിക്കാനുണ്ട്. അല്ല, ബാലചന്ദ്രന്റെ മകൾ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അലീനെ അവിടെ നിർത്തിയിരിക്കുന്നത്? മകളല്ലാതെ പിന്നെ എന്തു ബന്ധമാണ്? അതിനെയാണ് അവിഹിതം എന്നൊക്കെ പറയണത് എന്നിങ്ങനെ കമല പറയാണ്. അപ്പോഴേക്കും വൈജയ്ക്ക് അങ്ങോട്ട് ചൊറിയാണ് കേട്ടോ. കാരണം ശരിയാണല്ലോ, കമലേട്ടത്തി പറയണതിൽ തെറ്റെന്നാ എന്നുള്ള രീതിയിൽ നമ്മുടെ ശിവശങ്കരനാണെങ്കിൽ തല പൊട്ടാണ്. ഈ രണ്ടിന്റെ നടുക്ക് നിന്നിട്ട് തല പൊട്ടും കണക്കുള്ള ഓരോ കാര്യങ്ങളാണ് രണ്ടും ചോദിക്കുന്നത്. വൈജ കുറെ ഷോ ഇറക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി അങ്ങോട്ട് മാമാസ ഡയലോഗ് അങ്ങ് അടിക്കാൻ കേട്ടോ. എന്റെ ആങ്ങളമാരുണ്ട് ബാലേന്ദ്രനെ കുറിച്ച് പറയുമ്പോ 100 നാവാണ്. അപ്പൊ എന്നിട്ട് കമല പറയണേ, ഇത് എന്തോ ഡിങ്കോൾഫി തന്നെ വൈജെ എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയും കേട്ടോ. അല്ല, ഒരു ബന്ധവും ഇല്ല, മകളല്ല എങ്കിൽ എന്തിന് അലീന അവിടെ നിൽക്കുന്നു എന്നിങ്ങനെ വൈജയന്തി ചോദിക്കുന്നത്. എനിക്ക് അതിന് ഉത്തരം തട്ടെ ശിവേട്ടൻ. നിങ്ങൾ ഇത്രയും നാള് ബാലചന്ദ്രന്റെ മകളാണ് അലീന, മകളെ തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഒരു ബന്ധവും ഇല്ലെന്ന് ബാലചന്ദ്രൻ തന്നെ പറഞ്ഞുവെങ്കിൽ പിന്നെ എന്തിന് അവിടെ നിൽക്കണമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ കമല വീണ്ടും ഇരിപ്പിക്കുന്നത്, ഇത് അവിഹിതം തന്നെ, അവിഹിതം തന്നെ, നാഴികയ്ക്ക് 40 വട്ടം ബാലചന്ദ്രൻ പാവമാണ്, ബാലചന്ദ്രൻ പാവമാണ് എന്നൊക്കെ പറയണ ആളല്ലേ ശിവേട്ടൻ. എനിക്ക് എങ്ങനെ ഇത്, അത് ഇനി ദത്തെടുത്തതാണോ? അല്ല, അങ്ങനെയാണെങ്കിലും പറയാം, ദത്തെടുക്കൽ എന്നൊരു പേര് കൊടുക്കാലോ, അതാണോ ഉദ്ദേശിക്കണേന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ചോദിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ഗ്രേസമ്മയും മാമച്ചനെയും നമ്മുടെ രേവതി കുട്ടിയൊക്കെ കാണിക്കണം. അപ്പൊ നമ്മുടെ രേവതി കുട്ടി നമ്മുടെ ചിന്നുമോളുമായിട്ടൊക്കെ പോയി അതിന്റെ ആ ടൂറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറെ വിശേഷങ്ങള് കണ്ടോണ്ടിരിക്കണം. അപ്പൊ നമ്മുടെ ഗ്രേസമ്മ ചെന്നിട്ട് ചോദിച്ചു, എടി മോളെ, നീ ആ ചിന്നുമോളെ ഒരു ഫോട്ടോ എങ്കിലും ഒന്ന് കാണിച്ചേടി. പിന്നെ എന്നിട്ട് ഒന്ന് കാണിക്കടി, കാണാൻ കൊതിയായിട്ടല്ലേ എന്ന് ഗ്രേസമ്മ പറയൂ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രേവതി കുട്ടി ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നല്ലോ കുറെ, അത് കാണിക്കണം. അയ്യോടോ എന്ത് രസാ, എവള് ഇച്ചിരി വലുതായിട്ടോടി, എന്റെ പൊന്നു, കാണാൻ കൊതിയാവണു എന്നൊക്കെ ഗ്രേസമ്മ പറയണേ. ഈ ഗ്രേസമ്മയ്ക്കൊക്കെ മക്കൾ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ, കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, മാമച്ചനും അതുപോലെ തന്നെ. അപ്പോഴേക്കും നമ്മുടെ അലീന വരെയാണ്. അപ്പൊ ഫോട്ടോസൊക്കെ എടുത്തോടി എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അലീന പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഗ്രേസമ്മ അലീനയോട് ചോദിക്കുന്നുണ്ട്, അല്ല അലീന മോളെ, നിങ്ങളെ ചിന്നുമോളെ ആരോ ഇങ്ങനെ ദത്തെടുക്കണമെന്ന് കേട്ടല്ലോ, അതെന്തായെന്ന് പറയട്ടോ. അപ്പൊ അലീന പറഞ്ഞു, അയ്യോ അത് ആന്റി, അതങ്ങനെ അവര് ആരോ ഒരു ലേഡി വന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അത് ദത്തെടുക്കാനല്ല, കാരണം അവളെ ദത്തെടുക്കുന്നതിൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്, അവളെ സ്പോൺസർ ചെയ്യണയാണെന്ന് പറഞ്ഞു. അതായത് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി ആ ഒരു രീതിയിൽ, പക്ഷെ അതിന് കുറെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഗ്രേസം പറഞ്ഞു, അല്ല മാമച്ച, നമുക്ക് ആ കൊച്ചിനെ അങ്ങ് ദത്തെടുത്താലോ, അത് ഭയങ്കര റിസ്ക് ആന്റി, അങ്ങനെ എളുപ്പമുള്ള കേസൊന്നും അല്ല. അല്ല, സ്പോൺസർ ചെയ്തെടുക്കാലോ നമുക്ക്, ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അതിനെ അങ്ങനെ വിടാൻ തോന്നല്ലടി മോളെ എന്നൊക്കെ പറയാം. അപ്പൊ അലീനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, അത് അങ്ങനെ എളുപ്പമുള്ളൊരു കേസൊന്നും അല്ല, അവളെ ദത്തെടുക്കുമ്പോൾ നമ്മുടെ സ്വത്തിന്റെ പകുതിയൊക്കെ എഴുതി കൊടുക്കണം, അത്രയ്ക്കും ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് ആന്റി എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അതിനിപ്പോ എന്താ അല്ലേ മാമച്ച, നമ്മളത് കുഞ്ഞിനെ ദത്തെടുക്കണമെങ്കിൽ ആ ഒരു ഇത്, അതിനിപ്പോ നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ആന്റി എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കത് അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് നമ്മൾ റിസ്ക് ആണ് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ അലീന ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
പിന്നെ അതിന്റെ ഇടയിൽ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമോളും ബബിതയും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, രോഹിത്തും ഒക്കെ. കാരണം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് ഇനിയിപ്പോ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അലീന ചേച്ചി ഒരു പക്ഷെ ഇവിടെ നിന്ന് പോകുമോ എന്നൊക്കെ ഉള്ള ഒരു പേടിയും ടെൻഷനും ഒക്കെ അവരെ ഇങ്ങനെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇനിയിപ്പോ അമ്മ നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് വരണമെങ്കിൽ അലീന ചേച്ചി ഇറങ്ങണം. അപ്പൊ അലീന ചേച്ചി അതിന് വേണ്ടിയിട്ട് അലീന ചേച്ചി നമ്മുടെ വീട് വിട്ട് നമ്മളെ വിട്ട് ഇവിടെ നിന്ന് പോകുമോ എന്നുള്ള ഒരു ടെൻഷനും ആദിയിലൊക്കെയാണ് അവർ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും അലീന പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ബബിതയുടെ അടുത്തും കൃഷ്ണമോളുടെ അടുത്തും രോഹിത്തിനോടും ബാലചന്ദ്രനോടും അലീന പറഞ്ഞ് തറപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയെ തേടി പോകുന്ന സീനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതൊരു സസ്പെൻസ് ഇങ്ങനെ ഏഷ്യാനെറ്റിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുവരെ എത്തിയിട്ടില്ല, പക്ഷെ ഉടനെ തന്നെ വരുന്നതാണ്. നമ്മുടെ സ്റ്റാൻലിയെ തേടി നമ്മുടെ ബാലചന്ദ്രൻ പുനലൂർക്ക് എത്തുകയാണ്. അവിടെ നമ്മുടെ ഔതക്കുട്ടിച്ചായനെ കാണുകയാണ്. സ്റ്റാൻലിയുടെ അച്ഛനാണ് ഔതക്കുട്ടിച്ചായൻ. അപ്പോൾ പുള്ളീനെ കണ്ണുമെങ്കിലും പുള്ളി ഡയറക്റ്റ് ബാലചന്ദ്രനെ മുട്ടിക്കാൻ നോക്കുന്നില്ല. ഒരു ബിസിനസ് ആവശ്യമായിട്ട് വന്നതാണെന്ന് ബാലചന്ദ്രൻ പറയുമെങ്കിലും ഫോണിൽ കൂടെ തരാം എന്നുള്ള രീതിയിൽ കോൾ ചെയ്യാൻ കേട്ടോ. പക്ഷെ അവിടെ നിന്നും പിന്നെയും ബാലചന്ദ്രന് യാത്ര തുടങ്ങേണ്ടി വരും. കാരണം കുളത്തൂർ പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ വലിയ റബ്ബർ തോട്ടവും കാര്യങ്ങളുടെയൊക്കെ നടുവില് ഒരു രാജാവിനെ പോലെ നമ്മൾ അതിൽ പ്രൊമോയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഇനി വരുന്ന ആഴ്ചകളിലെ എപ്പിസോഡുകളിൽ നമ്മുടെ മഴതോരും മുമ്പേ സീരിയല് നല്ല അടിപൊളി ട്വിസ്റ്റ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മുടെ പ്രൊമോസ് ഒക്കെ കൃത്യമായിട്ട് ഇടാൻ നോക്കിയോളാം. എല്ലാവരും നമ്മുടെ പ്രൊമോസ് ഒക്കെ ഒന്ന് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക, ലൈക്കും ഹൈപ്പും തരണം കേട്ടോ. ഒരു റിക്വസ്റ്റ് ആണ് എല്ലാവരും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിൽ സാന്ത്വനം 2 നമ്മൾ കറക്റ്റ് 6 മണിക്ക് ഇടുന്നുണ്ട്. അതുപോലെ മഴതോരും മുമ്പേ കറക്റ്റ് 9 മണി 9:30 ഇടും. പിന്നെ നമ്മുടെ സുമി മുഫാസ് മൺസിൽ എന്ന ചാനലില് കാറ്റത്തെ കിളിക്കൂടും അതുപോലെ തന്നെ ഇവർ വിവാഹിതരാകുന്ന പുതിയ പരമ്പരയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കാണുക, നമ്മുടെ എല്ലാ സീരിയൽ ചാനലുകളും സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. എല്ലാവർക്കും ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.